നിരന്തരമായ പ്രാർത്ഥന, വിടുതൽ ലഭിക്കുവോളമുള്ള പ്രാർത്ഥന, മറുപടി കിട്ടുവോളമുള്ള പ്രാർത്ഥന, പരിഹാരം വരുവോളമുള്ള പ്രാർത്ഥന. അല്ലാതെ അരമണിക്കൂർ പ്രാർത്ഥിച്ചേച്ച് എഴുന്നേറ്റ് പോവല്ല. ദൈവത്തിങ്കിൽ നിന്നൊരു മറുപടി അവർക്ക് പുറപ്പെട്ട് വരുവോളം, അത് പ്രാപിക്കുവോളം അവർ എന്ത് ചെയ്യുകയാണ്? ആമേൻ, സ്തോത്രം, പ്രാർത്ഥനയിൽ തുടരുകയാണ്. താങ്ക് യു ലോർഡ്, ഇൻ ദി നെയിം ഓഫ് ജീസസ്. യഹോവയെ ഓർപ്പിക്കുന്നവരെ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടികൾ ലഭിക്കാനുള്ള താക്കോൽ ഈ സ്വസ്ഥമായി ഇരിക്കരുത് എന്നുള്ളതിനകത്താണ് ഇരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ 4 കാര്യങ്ങളെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോവാണ്. മിക്ക ആളുകൾക്കും പ്രാർത്ഥനയ്ക്ക് വേണ്ടുവോളം സമയമില്ല എന്നുള്ളതാണ്. സമയം കണ്ടെത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. എഴുന്നേറ്റപ്പോൾ ലേറ്റായി, എന്നാ പിന്നെ ഇന്നങ്ങ് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന വഴിക്ക് അങ്ങ് പ്രാർത്ഥിക്കാം. രാത്രിയിൽ വന്നപ്പോൾ വൈകിപ്പോയി, ദൈവം എല്ലാം അറിയുന്നു, ദൈവം എല്ലാം അറിയുന്നു. ആമേൻ. നമ്മുടെ ബലഹീനതയ്ക്ക് കർത്താവ് തുണ നിൽക്കും. അതുകൊണ്ട് ഞാനിതാ ഉറങ്ങുന്നു. ആമേൻ. ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവനാണ്, സംശയമില്ല. പ്രാർത്ഥിച്ചാൽ വിടുതൽ ഉണ്ട്, ഉറപ്പാണ്. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും, നിശ്ചയം ലഭിക്കും. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കും. ഒരു സംശയം വേണ്ട, ദൈവം അത് ചെയ്തിരിക്കും. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് വീഴ്ചകൾ ഭവിക്കരുത്. ദൈവത്തിന്റെ പക്കൽ നിന്ന് വിടുതല് പ്രാപിച്ചെടുക്കുന്ന പ്രാർത്ഥന, വാങ്ങുന്ന പ്രാർത്ഥന, അങ്ങനത്തെ ഒരു തീക്ഷ്ണത നമ്മുടെ പ്രാർത്ഥനകളിൽ ജ്വലിക്കണം. നെയിം ഓഫ് ജീസസ്. ശത്രുവിന്റെ പൂണിയിൽ നിൽക്കുന്ന, ശത്രുവിന്റെ കയ്യിലിരിക്കുന്നത്, ശത്രു തടഞ്ഞു വെച്ചിരിക്കുന്നത് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങളെ തകർത്ത്, ശത്രു വെച്ച തടസ്സത്തെ മുറിച്ച് അത് പ്രാപിച്ചെടുക്കുന്ന പ്രാർത്ഥന ഉയരണം. നമ്മുടെ സാധാരണഗതിയിലുള്ള പ്രാർത്ഥനകൾക്ക് സാധാരണഗതിയിലുള്ള ഉത്തരങ്ങളെ കൊണ്ടുവരാനേ സാധിക്കത്തുള്ളൂ. സാധാരണ പ്രാർത്ഥനയാണെങ്കിൽ സാധാരണ ഉത്തരം കിട്ടും, അസാധാരണ പ്രാർത്ഥനയാണെങ്കിൽ അസാധാരണ ഉത്തരം കിട്ടും. ആഹാബ് രാജാവിന് ഏലിയാ പ്രവാചകൻ മുന്നറിയിപ്പ് കൊടുക്കുന്നു. മുന്നറിയിപ്പുകൾ രാജാവ് വകവെക്കാതെ വന്നപ്പോ, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് രാജാവിന് മുമ്പിൽ നിന്ന് ഒറ്റ പ്രഖ്യാപനം. ദൈവം അങ്ങനെ തന്നെ സംഭവിപ്പിച്ചു. മഴയും നിന്നു, മഞ്ഞും നിന്നു. പ്രൈസ് ദി ലോർഡ്. ദേശം വറ്റി വരളാൻ തുടങ്ങി. നദികൾ, പുഴകൾ വറ്റിത്തുടങ്ങി. കിണറുകളിൽ വെള്ളം വറ്റിത്തുടങ്ങി, കുളങ്ങളിൽ വെള്ളം വറ്റിത്തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ദേശം മുഴുവനും കരിഞ്ഞു ഉണങ്ങാൻ തുടങ്ങി. പുൽമേടുകളെല്ലാം, വൃക്ഷങ്ങളെല്ലാം കരിഞ്ഞുണങ്ങി. ആഹാരമില്ലാതെയായി. ക്ഷാമമുണ്ടായി. ക്ഷാമം. ഒരു വീട്ടിലും ആഹാരമില്ലാതെ വന്നു. ഏലിയാവിന് കാക്ക ആഹാരം കൊണ്ട് കൊടുത്തു. കാക്കയുടെ വരവ് നിന്നപ്പോ കർത്താവ് ഏലിയാവിനോട് പറഞ്ഞു, നീ സരഫാത്തിലേക്ക് പോ. ക്ഷാമകാലം തീരുന്നത് വരെ വിധവയുടെ വീട്ടിൽ അപ്പത്തിന്, ആഹാരത്തിന് കുറവ് വന്നില്ല. കലശത്തിലെ എണ്ണ തീർന്നു പോയില്ല. കലത്തിലെ മാവ് കുറഞ്ഞു പോയില്ല. കരമീർത്തൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ക്ഷാമകാലം തീരും വരെ വിധവയുടെ വീട്ടിൽ സമൃദ്ധമായ ആഹാരമുണ്ടായി. ഒത്തിരി ആളുകൾ ആത്മഹത്യ ചെയ്തു. ഒത്തിരി ആളുകൾ പട്ടിണി കൊണ്ട് മരിച്ചു. അതിനുശേഷമാണ് ഏലിയാവ് വന്ന് ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുന്നത്. ആ വെല്ലുവിളിയിലും ഏലിയാവ് ജയിച്ചു. ആമേൻ.
ഹല്ലേലൂയ. മഴയും മഞ്ഞും പെയ്യാതെ നിർത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവമുണ്ട് എന്ന് ബാലിനും ബാലിന്റെ പ്രവാചകന്മാർക്കും ഏലിയ വെളിപ്പെടുത്തി കൊടുത്തു. സ്വർഗത്തിൽ നിന്ന് തീയിറക്കി യാഗവസ്തുക്കളെ ദഹിപ്പിക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ബാലിനും പ്രവാചകന്മാർക്കും ഏലിയാവ് വെളിപ്പെടുത്തി കൊടുത്തു. 3.5 വർഷങ്ങൾക്ക് മുമ്പ് മഞ്ഞും മഴയും പെയ്യാതെ ആകാശത്തിന്റെ കിളിവാതിലുകൾ ആമേൻ പ്രാർത്ഥിച്ച് അടച്ചവനാണ് ഏലിയാവ്. ആ ഏലിയാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കുവാൻ വേണ്ടി, മഞ്ഞും മഴയും പെയ്തിറങ്ങുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായം 42-ാം വാക്യം ഏലിയാവ് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ രീതി ഒന്ന് നോക്കിക്കൊള്ളുക. നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. എങ്ങനെയാണ്? നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. ഹൃദയം കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഹൃദയത്തെ കാണുന്ന കർത്താവാണ് നമുക്ക് ഉത്തരം തരുന്നത്. ദൈവം എപ്പോഴും നമ്മുടെ ഹൃദയമാണ്, പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയമാണ് യേശു നോക്കുന്നത്. അതൊക്കെ ഒരു ഭാഗത്ത് ശരിയാണ്. എങ്കിലും ശരീരത്തിൽ ഒരു ആയാസം ഉണ്ടായാൽ, അത് പ്രാർത്ഥനയുടെ മറുപടിയെ വേഗതയിൽ കൊണ്ടുവരുമെന്ന് തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളൊക്കെ എങ്ങനെയാ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും പറയാൻ വ്യത്യസ്തമായ ഉത്തരങ്ങൾ കാണും. ചിലര് കിടന്നാണ് പ്രാർത്ഥിക്കുന്നത്, ഉറങ്ങാനും സൗകര്യമുണ്ട്. ചിലര് കട്ടിലിന്റെ പടിയിൽ തലയണ വെച്ചിട്ട് അത് ചാരി ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്, കാലൊക്കെ നീട്ടി നല്ല. എന്നാൽ പ്രിയമുള്ളവരെ, ശരീരത്തിന് അല്പം ആയാസം ഉണ്ടാകത്തക്കവണ്ണം മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ, മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ, മുഴങ്കാലുകളൊന്നും മിക്ക ആളുകളുടെയും ഇപ്പം വയ്യ. എങ്കിലും മുട്ടിനൊന്നും പ്രയാസം ഇല്ലാത്തവര് കുറച്ചുപേരെങ്കിലും ഉണ്ടാവുമല്ലോ. ആ മുട്ടിന് പ്രയാസം ഇല്ലാത്തവരോട് പറയുക, മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ മുട്ടിന് പ്രയാസമൊന്നും ഭാവിയിലോ പ്രായമാകുമ്പോഴോ ഒന്നും വരത്തില്ല, തേഞ്ഞൊന്നും പോവത്തില്ല. മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ 1-ാമത്തെ പ്രയോജനം, ഉറക്കം വരത്തില്ല, കുറച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇനി മുട്ടിന് പ്രയാസമുള്ളവര്, നിങ്ങൾക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റിയില്ലേലും പായിട്ട് നിലത്ത് ചമ്രം മടഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമായിരിക്കും. ഇനി അതിനും ഇരുന്നാൽ എഴുന്നേക്കാൻ പറ്റത്തില്ല എന്നൊരവസ്ഥയോ സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു കസേരയല്ലേ ചാരി കിടക്കാതെ സ്റ്റഡിയായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. നടുവൊക്കെ ഒന്ന് നിവർത്ത് നേരെ ഒന്ന് ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. പ്രിയമുള്ളവരെ, ശരീരത്തിൻ്റെ ഒരു ആയാസം നമ്മുടെ ക്ഷീണത്തെയും ഉറക്കത്തിന്റെ സാധ്യതകളെയും മാറ്റും. ഉറക്കാനുള്ളൊരു സാധ്യതയെ തടയാൻ വേണ്ടിയിട്ടാണ് ശരീരത്തിന്റെ ആയാസം വേണ്ടത്. അല്ലാതെ ശരീരത്തിന്റെ ആയാസം കണ്ടുകൊണ്ട് ദൈവം പ്രവർത്തിക്കുമെന്നല്ല. അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ശരീരത്തിന്റെ ഒരു ആയാസം ഉണ്ടായാൽ ആ ആയാസം നിമിത്തം നമുക്ക് കുറച്ച് ആക്റ്റീവ് ആയിരിക്കാൻ പറ്റും. അതിന് ഒരു കസേരയിൽ നിവരെ ഇരുന്നാൽ മതി. ആമേൻ. മുട്ടുകുത്താൻ ബലഹീനതയുള്ളവർ, നിലത്തിരിക്കാൻ പ്രയാസമുള്ളവർ ഒരു കസേരയിൽ നിവരെ ഇരുന്നു പ്രാർത്ഥിക്കണം. ഏലിയാവ് എങ്ങനെ പ്രാർത്ഥിച്ചേ? 42-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച്. കുനിയ എന്ന് പറഞ്ഞാൽ നിലത്തോട്ട് കുനിയുമാണ്. അങ്ങനെ നിന്നിട്ടാണ് ഏലിയാവ് പ്രാർത്ഥിക്കുന്നത്. എവിടാ? ആമേൻ. കർമ്മേലിന്റെ മുകളിലാ, പർവ്വതത്തിന്റെ മുകളിലാ. കുറെ കൂടി ബെൻഡാവുന്നു അകത്തോട്ട്. നേരെ വന്ന കുറെ അകത്തോട്ട് ബെൻഡായി മുഴങ്കാലുകൾക്കകത്തേക്ക് തല കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുക. ശരീരത്തിന്റെ ആയാസം പറയാനാ ഞാൻ ഇത് പറയുന്നത്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ശരീരത്തിന്റെ ആയാസം.
എന്നിട്ട് എന്താ പ്രാർത്ഥിക്കുന്നത്? മഴ പെയ്യാൻ വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. 3.5 വർഷങ്ങൾക്ക് മുമ്പ് താൻ പ്രാർത്ഥിച്ച് നിർത്തിയ മഴ വീണ്ടും പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് തുടങ്ങിയിട്ട് ബാല്യക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ആമേൻ, മഴമേഘം വന്നോന്ന് പോയി നോക്കാൻ പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു, മഴമേഘമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഏലിയ പ്രാർത്ഥന നിർത്തുന്നില്ല. ഏലിയ പ്രാർത്ഥിക്കുക, പിന്നെയും പ്രാർത്ഥിക്കുക, പിന്നെയും പ്രാർത്ഥിക്കുക. കുറെ നേരം കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു, പോയി നോക്ക്. അവൻ പോയി നോക്കിയിട്ട് വന്നു, ഇല്ല യജമാനനെ, മഴമേഘമൊന്നുമില്ല. ഏലിയാവ് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുകയാണ്, തുടരുകയാണ് ഏലിയാവിന്റെ പ്രാർത്ഥന. ആമേൻ, സ്തോത്രം. ഹി വാസ് പ്രേയിങ്, കീപ് ഓൺ പ്രേയിങ്. പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെയും പറഞ്ഞു, 3-ാമത്തെ വട്ടം പോയി നോക്ക്. അവൻ പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, ഇല്ല യജമാനനെ, മേഘം കാണുന്നില്ല. ആമേൻ, സ്തോത്രം. പ്രാർത്ഥന തുടരുകയാ. 4-ാമത്തെ വട്ടം പറഞ്ഞു, പോയി നോക്ക്, മേഘം വന്നോ, മേഘമുണ്ടോ നോക്ക്. പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, ഇല്ല യജമാനനെ, മേഘമില്ല. നമ്മളായിരുന്നേ, കർത്താവേ, നീ ഇനിയിപ്പോ സൗകര്യം ഉള്ളപ്പം പെയ്പ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ എഴുന്നേറ്റ് പോകാൻ സാധ്യത ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്നാ പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചല്ലോ, ഇനിയിപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും മഴ പെയ്തോളും എന്ന് പറഞ്ഞിട്ട് ഏലിയാവ് എഴുന്നേറ്റ് പോയില്ല. ഏലിയാവ് അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. 5-ാമത്തെ തവണ ബാല്യക്കാരനെ വിട്ടുനോക്കി, 6-ാമത്തെ തവണ വിട്ടുനോക്കി. എന്നിട്ടും വന്ന് പറയുന്നു, ഇല്ല, മഴമേഘം ഇല്ല. പ്രാർത്ഥന നിർത്തിയില്ല, പ്രാർത്ഥന തുടരുകയാണ്, പ്രാർത്ഥന തുടരുകയാണ്. 7-ാമത്തെ തവണയും ബാല്യക്കാരനോട് പറയുന്നു, ചെന്ന് നോക്ക്. താങ്ക് യു ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്താണ് പ്രിയമുള്ളവരെ, മഴമേഘം വരുന്നത് വരെ ഏലിയാവ് പ്രാർത്ഥിക്കും. ഒരു കരം ഉയർത്തി സ്തോത്രം പറയാമോ? മഴമേഘം ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നത് വരെ പ്രാർത്ഥിക്കും. പിന്നീട് വന്നോട്ടെ, പിന്നീട് വന്നോളും, ഹല്ലേലൂയ, തന്നെ നടന്നോളും, പിന്നീട് പെയ്തോളും. 2 ദിവസം ആമേൻ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാം. അല്ല, മഴമേഘം കണ്ടിട്ടേ പ്രാർത്ഥന ഏലിയ അവസാനിപ്പിക്കത്തുള്ളൂ. മഴമേഘം കാണും മുമ്പേ പ്രാർത്ഥന അവസാനിപ്പിക്കാതെ പ്രാർത്ഥിച്ച് മഴമേഘത്തെ സൃഷ്ടിക്കുന്ന ഏലിയാവ്, പ്രാർത്ഥിച്ച് മഴമേഘത്തെ വരുമാറാക്കുന്ന ഏലിയാവ്. യാക്കോബ് 5:17-18. ഏലിയാവ് ആരാണ്? നമ്മെപ്പോലുള്ളൊരു മനുഷ്യൻ. സ്വർഗത്തിൽ നിന്ന് വന്ന ആളല്ല, ദൈവദൂതനൊന്നുമല്ല. ഏലിയാവ് ആരാണ്? നമ്മളെപ്പോലുള്ള ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഏലിയാവ്. ആ ഏലിയാവ് എന്തോ ചെയ്തു? മഴ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ 3.5 വർഷം ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദേശത്ത് മഴ പെയ്തില്ല. പിന്നെ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യങ്ങൾ വിളഞ്ഞു. എന്ന് വെച്ചാൽ നമ്മളിപ്പം പ്രാർത്ഥിച്ച് മഴയൊന്നും നിർത്തണ്ട. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച് മഴ പെയ്ച്ചില്ലേലും കുഴപ്പമില്ല. കുറഞ്ഞ പക്ഷം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ച് ജയിപ്പാൻ നമുക്ക് കഴിയണം. ഒരാമേൻ പറഞ്ഞാണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധികളുള്ള ബന്ധത്തിൽ, വേദനകളോടുള്ള ബന്ധത്തിൽ, പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ, നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ നാം പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം പ്രാർത്ഥിച്ച് പ്രാപിപ്പാൻ, പ്രാർത്ഥിച്ച് ജയിപ്പാൻ നമുക്ക് സാധിക്കണം. യാക്കോബിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഹോശേയ പ്രവചനത്തിൽ അതിന്റെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നു. അവിടെ യാക്കോബ് എന്താണ് പ്രാർത്ഥിക്കുന്നത്? എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നേരം വെളുക്കുന്നു, നേരം പുലരുന്നു, ഉഷസാകുന്നു എന്നൊക്കെ ദൈവത്തിന് ദൂതൻ പറയുമ്പോ ആമേൻ യാക്കോബ് പറയുന്നത്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാനും പോവില്ല, അങ്ങേ വിടുകയുമില്ല. അനുഗ്രഹിച്ചിട്ട് പോയാൽ മതി. കരയുവാണ്, കരഞ്ഞ് നിലവിളിക്കുകയാണ്. കരയുന്ന മനുഷ്യന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകാൻ ദൈവത്തിന് കഴിയില്ല. ആ മനുഷ്യൻ കരഞ്ഞ് നിലവിളിക്കുക, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ എന്നെ കടന്നു പോകരുതേ എന്ന് കരഞ്ഞപേക്ഷിക്കുന്ന യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു അവിടെ വച്ച്. നമ്മൾ പ്രാർത്ഥനകളിൽ പലപ്പോഴും വളരെ റിലാക്സ്ഡ് ആണ്. അടിയന്തരമായിട്ട് പ്രാർത്ഥിച്ച് പ്രാപിക്കണം എന്നൊന്നും നമുക്ക് വലിയ നിശ്ചയങ്ങളൊന്നുമില്ല. അടിയന്തരമായിട്ട് ഈ വിഷയത്തിന് എനിക്ക് പ്രാർത്ഥിക്കണം, ഈ വിഷയത്തിന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇതിനൊരു പരിഹാരം എനിക്ക് പ്രാപിക്കണം എന്ന ഒരു നിശ്ചയങ്ങളൊന്നുമില്ല. നമ്മൾ എത്ര കൊല്ലം, എത്ര വർഷം സെയിം പ്രശ്നത്തിൽ ജീവിച്ചാലും പ്രാർത്ഥിച്ച് പ്രാപിക്കണമെന്ന് തോന്നത്തില്ല. എത്ര കൊല്ലങ്ങൾ മറുപടി കിട്ടിയില്ലെങ്കിലും ഇത് പ്രാർത്ഥിച്ച് പ്രാപിക്കണമെന്ന് ഒരു ചിന്ത നമുക്ക് വരില്ല.
ഇന്ന് പകൽ പ്രിയ ദൈവമക്കളെ, നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഏലിയാവ്. ഒരു രാജ്യത്തിന്റെ രാജ്യാതിർത്തിക്കകത്ത് മഴ പെയ്യാതിരിക്കാനും പിന്നീട് പെയ്യാനും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് സംഭവിപ്പിച്ച നമ്മെപ്പോലൊരു സാധാരണ മനുഷ്യൻ ഏലിയാവ്. ഇന്ന് പകൽ ദൈവസ്ഥനിലായിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ചിലരെ നിനക്ക് കൃപയിലേക്ക് നടത്തണോ, ചിലരെ നിനക്ക് വിശ്വാസത്തിലേക്ക് നടത്തണോ, ചില വിടുതലുകൾ ആമേൻ കുടുംബത്ത് പ്രാപിക്കണോ, ചില നന്മകൾ പ്രാപിക്കണോ, അഭിഷേകം പ്രാപിക്കണോ, ആത്മശക്തി പ്രാപിക്കണോ, കൃപകൾ പ്രാപിക്കണമോ? ഹല്ലേലൂയ, നീ ഒന്ന് പ്രാർത്ഥിക്കേ. നിന്റെ ഡെസ്റ്റിനേഷനെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിന്നെ കൊണ്ടുവന്നെത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നാളുകളായി നീ രോഗിയാണോ? നിന്റെ രോഗബന്ധനത്തെ എന്നേക്കുമായിട്ട് അഴിച്ചു കളഞ്ഞ് നിന്നെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവുണ്ട്. കരച്ചിലിന് മുൻപിൽ, കണ്ണുനീരിന് മുൻപിൽ, പ്രാർത്ഥനയ്ക്ക് മുൻപിൽ, നിലവിളിക്ക് മുൻപിൽ എഴുന്നേറ്റ് വന്ന് ഉത്തരമരുളുന്ന ഒരു സർവശക്തൻ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ. ലാഘവ ബുദ്ധിയോടുകൂടിയ പ്രാർത്ഥനകളല്ല. അമ്മേ, നന്ദിയോടെ സ്തോത്രം. കിട്ടുമ്പോൾ കിട്ടട്ടെ. നോ, അടിയന്തരമായി ഈ വിഷയത്തിന് മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. അടിയന്തരമായി ഈ വിഷയത്തിന് മേൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകണമെന്ന് നീ നിലവിളിക്കുമോ? നീ കണ്ണീരൊഴുക്കുമോ? രാത്രികളെ പകലാക്കി കാവൽക്കാർ യെരൂശലേമിന്റെ മതിലുകളിൽ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ നീ പ്രാർത്ഥിപ്പാൻ തയ്യാറാണോ? നിന്റെ ജീവിതം മാറും, നിന്റെ ലൈഫ് മാറും, നിന്റെ ഡെസ്റ്റിനി മാറും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഹല്ലേലൂയ. കരഞ്ഞ് നിലവിളിക്കുകയാ, കരഞ്ഞപേക്ഷിക്കുകയാ. ആ കരച്ചില് കണ്ടിട്ട് അവനെ മറികടന്നു പോകാൻ കർത്താവിന് കഴിയുന്നില്ല. അവൻ അനുഗ്രഹിച്ചു. ഇന്നു മുതൽ നീ യാക്കോബല്ല, നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. പ്രാർത്ഥനക്കുറവുകൾ ഒത്തിരിയുണ്ട്. പ്രാർത്ഥനക്കുറവുകൾ ഒരുപാടുണ്ട്. ദൈവത്തിന്റെ കരം കുറിയത് കൊണ്ടല്ല, അവന്റെ ചെവി മന്ദമായതുകൊണ്ടല്ല. പ്രാർത്ഥിക്കാതിരിക്കുന്നത് അത്രേ നമ്മുടെ വിടുതലുകൾക്ക് തടസ്സം. നാം ബാക്കി എല്ലാത്തിനും സമയം കണ്ടെത്തും. സകല കാര്യത്തിലും നാം പങ്കെടുക്കും. എത്ര ദൂരെയാണേലും നാം പോകും, എത്ര യാത്ര ചെയ്തിട്ടാണേലും നാം പോകും. എന്നാൽ നമ്മുടെ ലൈഫിലെ, നമ്മുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളുടെ ബന്ധത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവസ്ഥലിൽ നിനക്ക് താണിരിക്കാൻ പറ്റുമോ? നീ അത്ഭുത വിഷയമായി തീരും. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോട് ഇടപെടുന്നു. അമ്മേ, നന്ദിയോടെ സ്തോത്രം. നീ ഒരു അത്ഭുത വിഷയമായി തീരും. നിന്റെ കുടുംബത്തിലും, നിന്റെ വീട്ടിലും, നിന്റെ ദേശത്തും നിന്നെ ദൈവം ഒരു അത്ഭുത വിഷയമാക്കി തീർക്കും. നീ നെടുമ്പാട് വീഴുമോ? മുട്ടുമടക്കുമോ? ദൈവമുഖത്തേക്ക് നോക്കുമോ? നേരങ്ങൾ നഷ്ടമാക്കി കളയാതെ, വിലപ്പെട്ട സമയങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. വിലപ്പെട്ട സമയങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ ദൈവസന്നിധിയിൽ താണിരുന്നു പ്രാർത്ഥിക്കാമോ? നിന്റെ ജീവിതത്തിൽ ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കും. വലിയ മിറക്കിൾസ് സംഭവിക്കും. വലിയ വിടുതലുകൾ സംഭവിക്കും. രേഖയെ തിരുത്തിയെഴുതുന്ന ദൈവപ്രവൃത്തി ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടുത്തും. നിനക്കെതിരെ എഴുതിയ എഴുത്ത്, നിനക്കെതിരെ എഴുതിയ രേഖ തിരുത്തി എഴുതിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കാര്യം ഫയലിനകത്ത് വെച്ച് ഫയൽ മടക്കി വെച്ചെങ്കിൽ ആ ഫയൽ റീ ഓപ്പൺ ചെയ്യിപ്പിച്ച് അത് വീണ്ടും തുറന്ന് നിന്റെ കാര്യത്തിൽ ഒരു പ്രവൃത്തി വെളിപ്പെടുത്തത്തക്കവണ്ണം നീ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിന്റെ കരം ചലിക്കും. ദൈവത്തിന്റെ കരം ചലിക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഊർജ്ജസ്വലതയോടെ പ്രാർത്ഥിപ്പാൻ, ജാഗ്രതയോടെ പ്രാർത്ഥിപ്പാൻ നിന്റെ ജനത്തിന്റെ മേൽ പ്രാർത്ഥനയുടെ ആത്മാവിനെ ഇന്ന് പകൽ ഇപ്പോൾ നീ പകരണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിപ്പാനുള്ള ദാഹം ഹൃദയങ്ങൾ ഉണ്ടാവട്ടെ. പ്രാർത്ഥിപ്പാനുള്ള ദാഹമുള്ള ഉള്ളങ്ങൾ ഉടലെടുക്കട്ടെന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രക്തം ചെയ്യാം.
പ്രാർത്ഥനയ്ക്ക് നേരിടുന്ന തടസ്സങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിലെ തടസ്സങ്ങൾ നീങ്ങട്ടെ. പ്രാർത്ഥന ഉറ്റിരിക്കുന്ന കുടുംബങ്ങളായി ഓരോ കുടുംബങ്ങളും എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ. അത്ഭുത സാക്ഷികൾ എഴുന്നേൽക്കട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവുണ്ട്. മെഡിക്കൽ സയൻസ് നോ പറഞ്ഞതിനെ യെസ് എന്നാക്കുന്ന ഒരു ദൈവമുണ്ട്. മെഡിക്കൽ സയൻസിന് ദീർഘകാലങ്ങളുടെ കാലതാമസമുണ്ടെന്ന് രേഖപ്പെടുത്തിയ, രേഖ എഴുതിയ വിഷയങ്ങൾക്ക് നൊടിയിട കൊണ്ട് പരിഹാരം വരുത്തുന്ന ദൈവത്തിന്റെ ശക്തിയുണ്ട്. ഏത് ശക്തിക്കും മുകളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി അത്രേ ദൈവശക്തി. ആ ശക്തി നിനക്ക് വേണ്ടി പുറപ്പെടുകയാ. ആ ശക്തി നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കുകയാ. ആ ശക്തി നിന്റെ മുമ്പിലെ ദുർഘടങ്ങളെ നിരപ്പാക്കും. ആ ശക്തി നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. ആ ശക്തി നിന്റെ ഭാവി അനുഗ്രഹിക്കപ്പെട്ടതാക്കി തീർക്കും. ആ ശക്തി നിന്റെ ലൈഫിനെ മനോഹരമാക്കും. വില കൊടുത്ത് പ്രാർത്ഥിക്കാമോ? നാട് മുഴുവനും പുതപ്പിന് കീഴിൽ ഉറങ്ങുമ്പോ, നാട് മുഴുവനും പുതപ്പിന് കീഴിൽ ഉറങ്ങുമ്പോ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ, അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ എഴുന്നേറ്റിരുന്ന് നിനക്കൊന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇൻ ദ നെയിം ഓഫ് ജീസസ് വില കൊടുത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. മാസത്തിൽ 30-31 ദിവസവും ജോലി ഉണ്ടെങ്കിലും മാസത്തിൽ 1 ദിവസമെങ്കിലും ലീവ് എടുത്തിട്ട് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ! നീ അത്ഭുതം കാണും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ മുടിയിടയിൽ ചലിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുണ്ട്. ശീഘ്രഗതിയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുണ്ട്. ചെങ്കടലിന്റെ കരയിൽ നിന്ന് മോശ കരയുകയാ. ഇതാ മഹാസമുദ്രം ഭയങ്കരമായി തിരവാരി തള്ളുന്നു. പുറകിൽ ഫറവോൻ തന്റെ സൈന്യവുമായി കൊന്നുമുടിക്കാൻ ഇതാ വന്നു നിൽക്കുന്നു. ഞാൻ എന്ത് ചെയ്യും? കരഞ്ഞു വിളിക്കുന്ന മോശയോട് കർത്താവ് പറയുന്നു, മോശേ നീ കരയണ്ട, നീ കരം നീട്ട്, സമുദ്രത്തെ ഞാൻ വിഭാഗിക്കാം. നീ കരം നീട്ട്, സമുദ്രത്തെ ഞാൻ വിഭാഗിക്കാം. കരയുന്ന മോശയ്ക്ക് മുമ്പിൽ ഉത്തരവുമായി ദൈവം ഇറങ്ങി വന്നു. കരയുന്ന മോശയ്ക്ക് മുമ്പിൽ ഉത്തരവുമായി ദൈവം ഇറങ്ങി വന്നു. ഇന്ന് പകൽ കരയാൻ നിനക്ക് മനസ്സുണ്ടോ? കരയാൻ നിനക്ക് മനസ്സുണ്ടോ? ബിസിനസ് ആവട്ടെ, ജോലിയാവട്ടെ, ഭാവിയാവട്ടെ, തലമുറയുടെ കാര്യമാവട്ടെ, നിനക്ക് കരയാൻ മനസ്സുണ്ടോ? കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് കരഞ്ഞപേക്ഷിപ്പാൻ നിനക്ക് സമർപ്പണമുണ്ടോ? നിന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. കണ്ണുനീരിന് കടന്നു പോകാത്തൊരു യേശുണ്ട്. കണ്ണുനീര് കണ്ട് മനസ്സലിയുന്നൊരു ദൈവമുണ്ട്. ആത്മഹത്യ ചെയ്യാൻ രാമേശ്വരം പാലത്തിൽ 2-3 ദിവസം കറങ്ങി നടന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ പറ്റാതെ ഇതിനകത്ത്, ഈ ചർച്ചിനകത്ത്, ഈ സഭയ്ക്കകത്ത് ഹല്ലേലൂയ 3-4 ദൈവമക്കൾ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് രാമേശ്വരത്ത് പാലത്ത് നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ പോയ മനുഷ്യന് അത് ചെയ്യാൻ പറ്റാതെ അവിടെ നിന്ന് ജീവനോടെ മടക്കി ഇവിടെ ഇതിനകത്ത് കൊണ്ടു നിർത്തിയ ഒരു ദൈവമുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നിന്റെ പ്രാർത്ഥന വൃഥാവല്ല. നിന്റെ കണ്ണീര് വൃഥാവല്ല. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഉറങ്ങാൻ പറ്റാത്ത രാത്രികൾ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് കണ്ണും നടഞ്ഞു വരും, പെട്ടെന്ന് ഞെട്ടി ഉണരും. ആ സഹോദരന്റെ പേര് ഓർമ്മയിലേക്ക് വരും. കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. കുറെ കഴിയുമ്പോ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീഴും, പെട്ടെന്ന് ഞെട്ടി ഉണരും. ഹല്ലേലൂയ, കർത്താവേ, ആമേൻ, സ്തോത്രം. ആ സഹോദരനെ മടക്കി വരുത്തണമേ എന്ന് ദൈവത്തോട് നിലവിളിച്ച രാവുകൾ, നിലവിളിച്ച് പ്രാർത്ഥിച്ച നാളുകൾ, കുറച്ച് ദൈവജനം, വിരലിലെണ്ണാവുന്നവർ നാളുകൾ, ആമേൻ, സ്തോത്രം, ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ചപ്പോ ഹല്ലേലൂയ ദൈവം അവനെ കൊണ്ടുവന്നു. ദൈവം കൊണ്ടുവന്ന് ഇതിന് നടുവിൽ നിർത്തി. ഇൻ ദ നെയിം ഓഫ് ജീസസ് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രാർത്ഥനകളൊന്നും വൃഥാവുകയില്ല. ഉത്തരങ്ങളുടെ ദൈവം ജീവിക്കുന്നു. മറുപടികളുടെ ദൈവം ജീവിക്കുന്നു.
ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു. ഒരു സാക്ഷി വേറൊരു സാക്ഷിയെ ക്രിയേറ്റ് ചെയ്യുന്നു. സാക്ഷിക്ക് ക്രിയേഷൻ പവർ ഉണ്ട്. ഒരു സാക്ഷി ആ സാക്ഷ്യം പ്രസ്താവിക്കുമ്പോൾ ആ സാക്ഷ്യം മറ്റുള്ളവരിൽ വിശ്വാസത്തെ ക്രിയേറ്റ് ചെയ്യുന്നു, അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നു. ഒരേ സമയത്ത് 4 പേർക്ക് സ്ട്രോക്ക് വന്നു. 2 പേര് മരിച്ചുപോയി. ഒരാൾ ഇന്നും കിടക്കയിലാണ്. ജീവിക്കുന്ന സാക്ഷി ഈ സഭയിലുണ്ട്. ജീവിക്കുന്ന സാക്ഷി ഈ സഭയിലുണ്ട്. കാലുകൾക്ക് ശക്തി പകർന്ന്, കരങ്ങൾക്ക് ശക്തി പകർന്ന് ജീവൻ തിരിച്ചു കൊടുത്ത സർവശക്തനുണ്ട്. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, പ്രാർത്ഥിക്കുന്ന സഹോദര, പ്രാർത്ഥിക്കുന്ന സഹോദരി, കുടുംബമേ, നിനക്ക് മറുപടി തരുന്ന യേശു ജീവിക്കുന്നു. നിന്റെ വിഷയത്തിനും പരിഹാരമുണ്ട്, നിന്റെ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ആമേൻ. പ്രാർത്ഥനയ്ക്കൊരു സമർപ്പണമുണ്ടോ? ആണിപ്പഴുതുള്ള കരം നിന്നെ തലോടും. ആണിപ്പഴുതുള്ള കരം നിന്റെ മുമ്പിലെ ദുർഘടങ്ങളെ നിരപ്പാക്കും. ആണിപ്പഴുതുള്ള കരത്തിന്റെ സ്പർശനം നിനക്കുണ്ടാകും. ഉച്ചിത തുള്ളംകാല് വരെ ദൈവശക്തിയുടെ വലിയ വ്യാപാരമുണ്ടാകും. നീ സൗഖ്യം പ്രാപിക്കും, നീ ശക്തി പ്രാപിക്കും. നിന്റെ മുമ്പിലെ ചെങ്കടൽ വിഭാഗിക്കപ്പെടും. നിന്റെ മുമ്പിലെ എരിഹോ തകർന്നു വീഴും. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. വിടുതൽ കിട്ടും വരെ പ്രാർത്ഥന, മഴ പെയ്യും വരെ പ്രാർത്ഥന. മുഴങ്കാലുകൾക്ക് നടുവിൽ തല കൊണ്ട് വെച്ച് ആ മനുഷ്യൻ ഹല്ലേലൂയ വളഞ്ഞു നിൽക്കുകയാ. മഴ പെയ്യും വരെ നിന്നു, മേഘം കാണുന്നത് വരെ നിന്നു. യാക്കോബ് ഒരു രാത്രി മുഴുവനും നേരം പുലരുന്നത് വരെ ഒരു രാത്രി മുഴുവൻ അവൻ കരഞ്ഞപേക്ഷിച്ചു. ഹല്ലേലൂയ. ഇസ്രായേലായിട്ട് മാറി. ഒരു രാത്രി കരഞ്ഞാൽ ആമേൻ സ്തോത്രം, തീരാവുന്ന പ്രശ്നമേ നിനക്കുള്ളൂ. അവരവരോട് തന്നെ പറഞ്ഞാട്ടെ, ഒരു രാത്രി പ്രാർത്ഥിച്ചാൽ ആമേൻ മറുപടി നേടാവുന്ന വിഷയങ്ങളെ എനിക്കുള്ളൂ. ഒരു ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് ആമേൻ സ്തോത്രം പ്രാപിച്ചെടുക്കാൻ, ഉത്തരം പ്രാപിച്ചെടുക്കാൻ കഴിയുന്നത്ര വിഷയങ്ങളൊക്കെ എനിക്കുള്ളൂ. അതിൽ കൂടിയ വിഷയങ്ങൾ എനിക്കില്ല. കർത്താവേ, പ്രാർത്ഥനയുടെ ആത്മാവിനെ നിന്റെ ജനത്തിന്റെ ഉള്ളത്തിൽ പകർന്ന് അനുഗ്രഹിക്കണം. പ്രാർത്ഥനയുടെ സീരിയസ്നെസ് ഹല്ലേലൂയ ബോധ്യം വരുത്തി കൊടുക്കണം. പരിശുദ്ധാത്മാവ് ഉള്ളങ്ങളോട് ഇടപെടണം. പ്രാർത്ഥിച്ച് ജയിക്കുന്ന നാളുകളായി ഈ നാളുകൾ മാറട്ടെ. ഇത് വലിയ ഉത്തരങ്ങളുടെ നാളുകളാ. ഇത് വലിയ ഡെലിവറൻസിന്റെ നാളുകളാ. ഇത് വലിയ മറുപടികളുടെ നാളുകളാ. ഇത് വലിയ ജീവൻ വ്യാപരിക്കുന്ന നാളുകളാ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്.